പ്രഥമഃ പാഠഃ വനരാജ്യസംബന്ധഃ. ആദ്യത്തെ ചാപ്റ്ററായ വനരാജ്യസംബന്ധഃ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വനരാജി സംബന്ധഃ. വനരാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൻ്റെ ഒരു കൂട്ട്. സംബന്ധഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാൻ. പാഠപ്രവേശഃ. വന്യജീവി വാരചരണം കഥാ ഭവതി. എൻവിയോൺമെൻ്റൽ അവയർനെസ് എപ്പോഴാണ് സംഭവിക്കുക? വന്യജീവി വാരചരണം എൻവിയോൺമെൻ്റൽ അവയർനെസ് കഥ എപ്പോൾ ഭവതി സംഭവിക്കും. തസ്മിൻ സമയേ ഭവന്തഃ കിം കിം കുർവന്തി. ആ സമയത്ത് നമ്മളെല്ലാവരും എന്തൊക്കെ ചെയ്യും? തസ്മിൻ അപ്പോൾ, സമയേ സമയത്ത്, ഭവന്തഃ എല്ലാവരും, കിം കിം എന്തൊക്കെ, കുർവന്തി ചെയ്യും. ആ സമയത്ത് നമ്മളെല്ലാവരും എന്തൊക്കെ ചെയ്യും? പ്രതിവർഷം കതി വൃക്ഷാൻ വയം രോപയാമഹ. എല്ലാ വർഷവും എത്ര മരങ്ങളാണ് നമ്മൾ നടുന്നത്? അത് എവിടെയാണ്? പ്രതിവർഷം എല്ലാ വർഷവും, കതി എത്ര, വൃക്ഷാൻ മരങ്ങൾ, വയം എവിടെ, രോപയാമഹ നടുന്നു. ഏതാദൃശസ്യ വൃക്ഷരോപണസ്യ ആവശ്യകത ക. ഇതുപോലത്തെ മരം നടുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഏതാദൃശസ്യ ഇതുപോലത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലെ, വൃക്ഷരോപണസ്യ മരം നടൽ, വൃക്ഷം അതായത് മരം, രോപണസ്യ നടുന്നത്, ആവശ്യകത ക എന്താണ്? സസ്യാനാം പോഷണം പാലനം ച അസ്മാകം കർത്തവ്യം ഇതി ജാനീമഃ ഖലു. നമുക്ക് തീർച്ചയായും അറിയാം, മരങ്ങളെ വളർത്തുന്നതും അതുപോലെ തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. സസ്യാനം മരങ്ങളുടെ, പോഷണം ശ്രദ്ധയോടെയുള്ള വളർത്തൽ അതായത് നർച്ചറിങ്, പാലനം പ്രൊട്ടക്ഷൻ അതായത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ച ആൻഡ് അസ്മാകം നമ്മുടെ, കർത്തവ്യം ജോലി അതായത് ഡ്യൂട്ടിയാണ്, ഇതി ഇതുപോലത്തെ കാര്യങ്ങൾ, ജാനീമഹ നമുക്ക് അറിയാം, ഖലു ഉറപ്പായിട്ടും. സർവജീവീനാം സുസ്ഥിതയെ സസ്യാനി അത്യന്തപേക്ഷിതാനി ഭവന്തി. എല്ലാ ജീവജാലങ്ങളുടെ സന്തോഷത്തിന് മരങ്ങൾ വളരെ ആരോഗ്യപ്രദമാണ്. സർവജീവീനാം എല്ലാ ജീവജാലങ്ങളുടെയും, സുസ്ഥിതയെ സന്തോഷത്തിന് വേണ്ടി, സസ്യാനി മരങ്ങൾ, അത്യന്തപേക്ഷിതാനി വളരെ ആരോഗ്യപ്രദമാണ്, ഭവന്തി അവർ അതായത് മരങ്ങൾ. സസ്യസമ്പന്നം കാനനം തു പ്രകൃതേഃ അവിഭാജ്യഭാഗോ അസ്തി. മരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു വനം ഉറപ്പായിട്ടും പ്രകൃതിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഭാഗമാണ്. സസ്യസമ്പന്നം മരങ്ങളാൽ നിറഞ്ഞ, കാനനം ഒരു വനം, തു ഉറപ്പായിട്ടും, പ്രകൃതേഃ പ്രകൃതിയിൽ നിന്ന്, അവിഭാജ്യഭാഗോ അസ്തി ഒരു മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഭാഗമാണ്. കസ്യചിത് വനസ്യ വാങ്മയ ചിത്രം പശ്യാമഹ. ഇതുപോലത്തെ ഒരു വനത്തിൻ്റെ മനോഹരമായ വിവരണം ഇവിടെ തന്നിട്ടുണ്ട്. കസ്യചിത് ഇതുപോലത്തെ, വനസ്യ ഒരു വനത്തിൻ്റെ, വാങ്മയ ചിത്രം മനോഹരമായ ഒരു വിവരണം ഡിസ്ക്രിപ്ഷൻ, പശ്യാമഹ തന്നിട്ടുണ്ട്. പ്രകൃതിരിയം സർവഗുണസമ്പന്ന തഥാ സർവേഷാം പ്രാണീനാം സമസ്ത സൗഭാഗ്യദായിനി ച ഭവതി. പ്രകൃതിക്ക് എല്ലാ ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ അവളെല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകുന്നു. പ്രകൃതിരിയം പ്രകൃതിക്ക്, സർവഗുണസമ്പന്ന എല്ലാ ഗുണങ്ങളും നല്ല ഗുണങ്ങളും, തഥാ അതുപോലെ തന്നെ, സർവേഷാം എല്ലാ, പ്രാണീനാം ജീവജാലങ്ങൾക്കും, സമസ്ത സൗഭാഗ്യദായിനി ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകുന്നു, ച പിന്നെ, ഭവതി അങ്ങനെയാണ്. തഥാപി രൗദ്രമൃദുലഭാവഭ്യാം സദാ അദൃശ്യ അഭിഗമ്യ ചാസ്തി. തഥാപി ഇപ്പോഴും, രൗദ്രമൃദുല അതായത് രൗദ്ര എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ, ഹാർഷായിട്ടുള്ള, മൃദുലം പിന്നെ ജെന്റിലായിട്ടുള്ള, മൃദുലമായ, ഭാവഭ്യാം ക്യാരക്ടർ അതായത് നേച്ചർ മിക്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രകൃതി. സ
ഷീ അതായത് അവൾ. ഇവിടെ പ്രകൃതിയെയാണ് ഉദ്ദേശിക്കുന്നത്. സദാ എപ്പോഴും അദൃശ്യ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. അഭിഗമ്യ ബഹുമാനിക്കപ്പെടേണ്ടവളാണ് ചാസ്തി അവൾ. അതായത് പ്രകൃതിക്ക് വളരെ ക്രൂരതയും അതുപോലെ തന്നെ മൃദുലവുമായ ഭാവമാണുള്ളത്. അവൾ ഒരിക്കലും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. അവൾ എപ്പോഴും ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അതാണ് പറയുന്നത്. അസ്യാഹ വിരുദ്ധമിതം സ്വരൂപം ദൃഷ്ടും കാനനമേവ ഗന്ധവ്യം. അതായത് അവളുടെ ഈ രണ്ട് സ്വഭാവം നിറഞ്ഞ ഒരു നേച്ചർ, ആ ഒരു രൂപം കാണാനായിട്ട് വനത്തിലേക്ക് ഉറപ്പായിട്ടും പോകണം. അസ്യാഹ അവളുടെ വിരുദ്ധമിതം അതായത് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ക്യാരക്ടർ, സ്വരൂപം, ഈ രൂപം ദൃഷ്ടും കാണാൻ കാനനമേവ വനത്തിലേക്ക് ഗന്ധവ്യം ഉറപ്പായിട്ടും പോകണം. തത്ര തമഃ പ്രകാശയോഃ മിശ്രണം തഥാ മൃദുലവിഹ്വലാഃ രവാഃ നിമ്നോന്നതഃ ഭൂവിഭാഗാഃ ഹ്രസ്വോന്നതഃ വൃക്ഷാഃ ഇത്യാദീനം വൈരുദ്ധ്യാനം മേലനച്ച ഏകത്രൈവ ദൃഷ്ടും ശക്യതേ. അവിടെ ഒരു സ്ഥലത്ത്, അതായത് വനത്തിൽ, ഇരുട്ടിൻ്റെയും പ്രകാശത്തിൻ്റെയും മിശ്രിതം, പിന്നെ മൃദുലവുമായ വളരെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദങ്ങളും, പൊങ്ങിയും താന്നുമുള്ള ഭൂമിയുടെ ഭാഗങ്ങൾ, ചെറുതും വലുതുമായ മരങ്ങൾ, ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. തത്ര അവിടെ, തമഹ ഇരുട്ട്, പ്രകാശയോഹോ പ്രകാശം, മിശ്രണം അതായത് മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ, രണ്ടിൻ്റെയും മിക്സ്, തഥാ പിന്നെ മൃദുല വിഹ്വലാഹ, മൃദുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലമായ, വിഹുലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദങ്ങൾ, അതായത് രവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദങ്ങൾ, നിമ്നോന്നതാഹ അതായത് നിമ്നോന്നതാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നതും ഉയർന്നതും, അതായത് ഉന്നതാഹ ഉയർന്നതും, ഭൂവിഭാഗാഹ ഭൂമിയുടെ ഭാഗങ്ങൾ, ഹ്രസ്വോന്നതാഹ അതായത് ചെറുതും വലുതുമായ, വൃക്ഷാഹ മരങ്ങൾ, ഇത്യാദീനം ഇതുപോലത്തെ, വൈരുദ്ധ്യാനാം പലതരത്തിലുള്ള പ്രത്യേകതകൾ, മേലനച്ച ഒരുമിച്ച് കൂടുന്ന, ഏകത്രൈവ ഒരു സ്ഥലം, ദൃഷ്ടും നമുക്ക് കാണാൻ, ശക്യതേ ഉറപ്പായിട്ടും സാധിക്കും. തദ്വിഷയെ കവിതാമേകാം പഠാമഹ. ഇതിനെക്കുറിച്ച് ഒരു കവിത നമുക്ക് വായിക്കാം. തദ്വിഷയെ ഈ വിഷയത്തെക്കുറിച്ച്, കവിതാമേകാം ഒരു കവിത, പഠാമഹ നമുക്ക് വായിക്കാം. കവിതയുടെ ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് പരിചയപ്പെടാം. കനകോര സുന്ദരം ബന്ധൂരം കാനനം ഗഗമൃഗാദീനം തു സുഖനിശാന്തം നവപല്ലവാട്യം ച കുസുമ സമ്പന്നകം പരിതോ മഹീതരം ബോഹോ ചകാസ്തി. ഘനഘോര സുന്ദരം, ഘന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ടിയുള്ള, തിക്കായിട്ടുള്ള, ഘോരസുന്ദരം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഭംഗി, ബന്ധൂരം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷിപ്പിക്കുന്നത്, കാനനം വനം, ഗഗമൃഗാദീനം ഗഗഹ പക്ഷികൾ, മൃഗഹ മൃഗയ്ക്ക് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് മാൻ ഇല്ലെങ്കിൽ മൃഗങ്ങൾ. ഗഗമൃഗാദീനം പക്ഷികളും മൃഗങ്ങളും പിന്നെ മറ്റു പലതും. തു ഉറപ്പായിട്ടും, സുഖനിശാന്തം സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമേറിയ, നിശാന്തം വളരെ സമാധാനമേറിയ ഒരു സ്ഥലം. അതായത് വനം വളരെ കട്ടിയേറിയതാണ്, അതുപോലെ തന്നെ ആകർഷകമായ രീതിയിൽ അത് ഭംഗിയുള്ളവയാണ്, പിന്നെ സന്തോഷം നൽകുന്നതുമാണ്. പിന്നെ വളരെ സന്തോഷവും ശാന്തിയും നൽകുന്ന ഒരു സ്ഥലമാണ്. അതായത് പക്ഷികൾക്കും മാനിനും പിന്നെ ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും വളരെ സന്തോഷവും ശാന്തിയും നൽകുന്ന ഒരു സ്ഥലമാണ് വനം. നവപല്ലവാട്യം ച കുസുമ സമ്പന്നകം പരിതോ മഹീതരം ബോഹോ ചകാസ്തി. നവപല്ലവാട്യം, നവ അതായത് പുതിയ, പല്ലവാട്യം ഫ്രഷായിട്ടുള്ള ഇലകൾ, ച പിന്നെ കുസുമ സമ്പന്നകം കുസുമം അതായത് പൂക്കളാൽ സമ്പന്നമായതും, പരിതോ ചുറ്റും, മഹീതരം മലനിരകൾ, ബോഹോ
വാവ് അല്ലെങ്കിൽ ഓ. ചകാസ്തി അത് പ്രകാശിക്കുന്നു. അതായത് പുതിയ ഇലകളും കുറെ പൂക്കളാൽ നിറഞ്ഞിരിക്കുന്ന ആ മലകൾ എല്ലായിടത്തും പ്രകാശിക്കുകയും മിന്നിത്തിളങ്ങുകയും ചെയ്യുന്നു. വാവ് എന്ന അർത്ഥമാണ് ഇവിടെ. രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് നമുക്ക് കടക്കാം. വനനിർച്ഛരി ദരി ഭ്രമരി വിരാകുലാത് മുഖരീകൃതം ചാരു സരസീതടം തരുലതാ ശാഖാസു നീഡജാനാം തഥാ ശാഖാമൃഗാനാം ച സുഖമേളനം. വനനിർച്ഛരി വനത്തിനുള്ളിലെ വെള്ളച്ചാട്ടം. ദരി ദരിക്ക് രണ്ടർത്ഥമുണ്ട്, ഗുഹ ഇല്ലെങ്കിൽ വാലി. ഭ്രമരി വിരാകുലാത് ഭ്രമരി വണ്ടുകൾ ഇല്ലെങ്കിൽ തേനീച്ചകൾ. വിരാകുലാത് നിറഞ്ഞിരിക്കുന്നു, തേനീച്ചകളാൽ നിറഞ്ഞിരിക്കുന്നു, ക്രൗഡഡ് ആണ്. മുഖരീകൃതം അതായത് ശബ്ദത്താൽ നിറഞ്ഞിരിക്കുന്നു, തേനീച്ചകളുടെയും വണ്ടുകളുടെയും ശബ്ദത്താൽ നിറഞ്ഞിരിക്കുന്നു. ചാരു മനോഹരമായ, സരസീതടം നദിയുടെ തീരം. അതായത് വനത്തിനുള്ളിൽ വെള്ളച്ചാട്ടവും അരുവികളാലും നിറഞ്ഞിരിക്കുന്നു. പിന്നെ തേനീച്ചകളുടെ മൂളലിൻ്റെ ശബ്ദം പ്രതിധ്വനിക്കുന്നു. പിന്നെ മനോഹരമായ നദീതീരത്തിൻ്റെ ശബ്ദവും കേൾക്കാം. തരുലതാ ശാഖാസു നീഡജാനാം തഥാ ശാഖാമൃഗാനാം ച സുഖമേളനം. തരുലതാ ശാഖാസു തരുലത പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികൾ, ശാഖാസു മരത്തിൻ്റെ കൊമ്പുകൾ, നീഡജാനാം കൂട്ടിൽ പിറന്ന അല്ലെങ്കിൽ ജനിച്ച, ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷികളെയാണ്. തഥാ പിന്നെ ശാഖാമൃഗാനാം ശാഖ അതായത് മരക്കൊമ്പുകളിൽ നടക്കുന്ന മൃഗങ്ങൾ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുരങ്ങന്മാരെയാണ്. ച പിന്നെ സുഖമേളനം സന്തോഷത്തോടെയുള്ള കൂടിക്കാഴ്ച. പടർന്നു കയറുന്ന വള്ളിച്ചെടികളിലും മരത്തിൻ്റെ ശാഖകളിലും കൂട്ടിൽ ജനിച്ച പക്ഷികളും പിന്നെ ശാഖയിൽ ചാടി നടക്കുന്ന കുരങ്ങന്മാരും സന്തോഷത്തോടെ കൂടിക്കാണുന്നു. ഇനി കവിതയുടെ മൂന്നാമത്തെ സ്റ്റാൻസ നമുക്ക് പരിചയപ്പെടാം. തരുകോടരാന്തരെ ശുഗകുലാനാം ബിലെ നകുലസ്യ ശശകസ്യ വിവിധസ്വനം നവലതാകുഞ്ചേഷു നിത്യം വനപ്രിയൈ കുതമഹോ സംഗീതരസസേചനം. തരുകോടരാന്തരെ മരത്തിൻ്റെ പൊത്തിൽ, ശുഗകുലാനാം ഒരു കൂട്ടം തത്തമ്മകൾ, ബിലെ പിന്നെ മരത്തിൻ്റെ തുരങ്കത്തിൽ, നകുലസ്യ കീരികളും, ശശകസ്യ മുയലുകളും, വിവിധസ്വനം വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു. മരത്തിൻ്റെ പൊത്തിലിരിക്കുന്ന ഒരു കൂട്ടം തത്തമ്മകളുടെയും തുരങ്കത്തിലിരിക്കുന്ന കീരികളുടെയും മുയലുകളുടെയും വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ വനത്തിൽ കേൾക്കാൻ സാധിക്കുന്നു. നവലതാ കുഞ്ചേഷു നിത്യം വനപ്രിയൈ കുതമഹോ സംഗീതരസസേചനം. നവലതാ കുഞ്ചേഷു നവ പുതിയ പടർന്നു കയറുന്ന വള്ളിച്ചെടികളിൽ, നിത്യം എപ്പോഴും, വനപ്രിയൈ അതായത് വനത്തിൻ്റെ പ്രിയക്കാർ അല്ലെങ്കിൽ വനത്തിനെ സ്നേഹിക്കുന്നവർ, കുതമഹോ അതി ആകർഷകമായ, സംഗീത രസസേചനം സംഗീതം അതായത് മ്യൂസിക്, രസം അതായത് സന്തോഷം, സേചനം അത് നൽകുന്നു, സന്തോഷമായ സന്തോഷപ്പെടുത്തുന്ന സംഗീതം നമുക്ക് നൽകുന്നു. മരങ്ങളുടെ പൊത്തിനുള്ളിലെ ഒരു കൂട്ടം തത്തമ്മകളും പിന്നെ മരത്തിൻ്റെ താഴെയുള്ള തുരങ്കത്തിലിരിക്കുന്ന കീരികളും മുയലുകളും ഉണ്ടാക്കുന്ന അവരുടേതായ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. പിന്നെ പുതിയ വള്ളിച്ചെടികളിൽ വനത്തിനെ സ്നേഹിക്കുന്നവർ എപ്പോഴും സന്തോഷം നൽകുന്ന മധുരമായ സംഗീതം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കവിതയുടെ നാലാമത്തെ സ്റ്റാൻസ പരിചയപ്പെടാം. വനശീല തളമേത്യ താരാപദം വീക്ഷ്യ മൃഗകുലാധീശസ്യ കനഘർജനം ബർഹിണ നർത്തനം നവമേഘവർഷണം വനതളം സർവത്ര കോശപൂർണം. വനശിളാതളമേത്യ വനശിള വനത്തിൻ്റെ പാറകൾ പോലെയുള്ള, തളമേത്യ ആ നിലം, താരാപദം നക്ഷത്രങ്ങളുടെ പാത ഇല്ലെങ്കിൽ നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ആകാശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
വീക്ഷ്യ ഒബ്സർവ് ചെയ്യുന്നു ഇല്ലെങ്കിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മൃഗകുലാധീശസ്യ മൃഗങ്ങളുടെ കുലാധീശസ്യ ആ കൂട്ടത്തിൻ്റെ രാജാവ്, അതായത് കിങ് ഓഫ് ആനിമൽസ്, സിംഹത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഘനഗർജനം വനത്തിൽ ഗർജിക്കുന്നു. ബർഹിണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിലുകൾ. നർത്തനം നൃത്തം ചെയ്യുന്നു. നവമേഘവർഷണം പുതിയ മേഘവർഷണം കാർമേഘങ്ങളുടെ വരവിൽ അവർ നൃത്തം ചെയ്യുന്നു. വനതളം ആ ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ വനത്തിൻ്റെ ആ ഒരു ഭാഗത്ത് സർവത്ര എല്ലായിടത്തും കോശപൂർണം ശബ്ദങ്ങളാൽ പൂർണ്ണമായിരിക്കുന്നു. വനത്തിൻ്റെ പാറ പോലെയുള്ള നിലത്തിരുന്ന് വിശാലമായ നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മേഘങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കാം. വനത്തിൽ പോയ ഒരാൾക്ക് മൃഗങ്ങളുടെ രാജാവായ സിംഹം ഗർജിക്കുന്നത് കേൾക്കാം. പിന്നെ മയിലുകൾ പുതിയ കാർമേഘങ്ങളുടെ വരവിൽ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്നു. ആ വനത്തിലുള്ള എല്ലായിടത്തും ശബ്ദങ്ങളാൽ, മഹത്തായ ശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്നു. ഇനി കവിതയുടെ ഫൈനൽ സ്റ്റാൻസയിലേക്ക് പോകാം. പ്രകൃതിസ്തു മോഹനകാരേണ ഭീഷണെ നാനത്യരൂപേണ വർത്തതേയത്ര വനരാജസംബന്ധ പ്രാണീനാമിവ മർത്യലോകസ്യ സർവദ ഹിതകര സ്യു. പ്രകൃതിസ്തു പ്രകൃതി ഉറപ്പായിട്ടും മോഹനകാരേണ മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള ആകരേണ ഒരു അപ്പിയറൻസ് ആണുള്ളത്, ഒരു രൂപമാണുള്ളത്. ഭീഷണെ അതിൻ്റെ കൂടെ ഭയാനകരവും. നാനത്യരൂപേണ അതായത് ഇല്ല. അനന്ത എന്ന് പറഞ്ഞൊരു എൻഡിനെയാണ് പറയുന്നത്. അതായത് എൻഡില്ലാത്ത, തീരാത്ത ഒരു രൂപമാണ് ഉള്ളത്. വർത്തതേയത്ര നിലകൊള്ളുന്നു, അത്ര ഇവിടെ. പ്രകൃതി വളരെ മോഹിപ്പിക്കുന്നതാണ്. അതോടുകൂടെ വളരെ വീര്യമുള്ള ഭയാനകരമായ ഒരു രൂപത്തിലും നിലകൊള്ളുന്നു. അതിരില്ലാത്ത, തീരില്ലാത്ത രൂപവും ഭാവവുമാണ് ഉള്ളത്. വനരാജി സംബന്ധ പ്രാണീനാമിവ മർത്യലോകസ്യ സർവദ ഹിതകരാ സ്യു. വനരാജി സംബന്ധ വനത്തിനെ അറിയാം, പക്ഷേ ഇവിടെ വനക്കൂട്ടത്തിൻ്റെ സമ്പത്ത് എന്നാണ് പറയുന്നത്. പ്രാണീനാമിവ എല്ലാ ജീവജാലങ്ങളും മർത്യലോകസ്യ മനുഷ്യന്മാരുടെ ലോകത്തിൽ സർവദ എപ്പോഴും ഹിതകര ഗുണകരമായി സ്യു അവർ കാണപ്പെടുന്നു. പ്രകൃതി വളരെ മോഹിപ്പിക്കുന്ന രൂപത്തിലാണുള്ളത്. അതുപോലെ തന്നെ അവൾ വളരെ വീര്യമുള്ള ഇല്ലെങ്കിൽ ഭയാനകരമായ രൂപത്തിലും നിലകൊള്ളുന്നു. അവൾ അതിലില്ലാത്തതും തീരാത്തതുമായ രൂപങ്ങളിലും ഷെയ്പ്പിലും അവൾ നിലകൊള്ളുന്നു. അവൾ ഈ വനക്കൂട്ടത്തിൻ്റെ എല്ലാ സമ്പത്തും എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്നു. അതുപോലെ ഈ മനുഷ്യലോകത്തിലെ എല്ലാ ജനങ്ങളും പ്രകൃതിക്ക് ഒരു ഗുണകരമായ സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കവിത ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. പാഠം മനസ്സിലായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.